സ്വാഗതം. ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങൾ എന്നിവ പ്രമാണിച്ച് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഡിസംബർ മാസം 15 മുതൽ വിതരണം ചെയ്യുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ 2000 രൂപ വീതമാണ് ലഭിക്കുക. ഇതിനായി 1045 കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നതാണ്. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി ക്ഷേമ പെൻഷൻ കൈമാറുന്നതാണ്. 8.46 ലക്ഷം പേർക്കുള്ള കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ 900 കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത്. മാസം 400 രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ 1050 കോടി രൂപ വേണം. ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും ക്ഷേമ പെൻഷൻ എത്തുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന വ്യക്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കേണ്ടതും വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നീ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ താൻ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറുടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ കുറയാതെയുള്ള റവന്യൂ അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഹാജരാക്കിയിരിക്കുന്നവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആയതിൽ സ്ഥാനാർത്ഥികളിൽ പലരും തങ്ങളുടെ ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതായുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളായിരിക്കുന്ന ആശാ വർക്കർമാർ സർക്കാർ നൽകുന്ന മരുന്നുകളും മറ്റും തങ്ങൾ മത്സരിക്കുന്ന മണ്ഡലത്തിലെ അല്ലെങ്കിൽ വാർഡിലെ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ട് എത്തിക്കുന്നതായും പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ 2 പ്രവൃത്തികളും വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രവൃത്തികൾ ആകാമെന്നതിനാൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളവർ ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആശാ വർക്കർമാർ സർക്കാർ നൽകുന്ന മരുന്നുകളും മറ്റു സാധനങ്ങളും വിതരണം ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറി നിൽക്കേണ്ടതാണ്. പ്രസ്തുത 2 ആനുകൂല്യ വിതരണവും മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം ഒഴിവാകുന്നവർക്ക് പകരം സംവിധാനം അതത് അധികാരികൾ ഏർപ്പെടുത്തേണ്ടതാണെന്നും വരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ യോഗം വിളിച്ച് ഇക്കാര്യം അവരെ അറിയിക്കേണ്ടതാണെന്ന് പ്രസ്തുത സർക്കുലറിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.